എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചിട്ടും എന്റെ കയ്യിൽ അവള് പോയമ്മ. ഞാനിനി എന്ത് ചെയ്യും? ചേച്ചി, എന്റെ മോള് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ അവള് ദേവിക്ക് സമർപ്പിക്കാതെ നേർന്നതാ ഞാൻ. കരയാതെ മോളെ, കരയാതെ. എന്ത് ചെയ്യാനും പക്ഷെ കരയാതെ മോളെ, കരയാതെ. മാഷേ വാ. എന്റെ ഈശ്വരൻ. ചേച്ചി, ഓർഫനേജിൽ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവരൊരു കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അർച്ചന കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. CWCയും പോലീസും വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. കുട്ടികളുടെ കെയറിംഗ് ഓർഫനേജിനാണെങ്കിലും പ്രൊട്ടക്ഷൻ പോലീസിനാണ്. അർച്ചനെ പോലീസ് ഇനി അറസ്റ്റ് ചെയ്യോ? CI ഇക്ബാലിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ ആ ACP സഹീറ തങ്ങളുടെ കാര്യം അറിയാലോ. അവർ കയറി ഇടപെട്ട കാര്യങ്ങളാകെ വഷളാവും. ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? നിയമപരമായി ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ ഞങ്ങൾ തയ്യാറാ. ആ കാര്യത്തിൽ കാർത്തിക്കിന് എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ഞാൻ അന്വേഷിച്ചു. പക്ഷേ അത് നടപ്പില്ല. അർച്ചനയാണ് കുഞ്ഞിനെ ഇത്രയും ദിവസം വളർത്തിയതെന്ന് ഓർഫനേജിലെ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല. ആ വിദേശ ദമ്പതികൾക്ക് കുഞ്ഞിനെ കൈമാറാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ള പോലീസ് ക്ലിയറൻസും കിട്ടിയിട്ടുണ്ട്. ACP സഹീറ തങ്ങളാ അത് കൊടുത്തത്. ആ നിലയ്ക്ക് കുട്ടിയെ ഇനിയും നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്ത കാര്യം. അർച്ചനയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് സച്ചി. പക്ഷേ അതിന് കഴിയുന്നില്ല. കാരണം ഞാനിപ്പോൾ സസ്പെൻഷനില്ല. അതുമാത്രമല്ല, ഞാൻ ഇതിൽ കയറി ഇടപെട്ടു എന്നറിഞ്ഞാൽ ആ സഹീറ തങ്ങൾ ഇതിൽ കയറി ഇടംകോലിടുകയും ചെയ്യും. എന്നാലും പോലീസിൽ കാർത്തിക്കിന് ബന്ധങ്ങളില്ലേ? ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അതൊന്നും വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. കാർത്തിക്, അർച്ചന ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഇപ്പോഴത്തെ എൻ്റെ സംശയം. അമ്മയാകാൻ പറ്റാതെ പോയതിൻ്റെ വിഷമം സഹിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോഴാ ദൈവം ഈ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തത്. ഇത്രയും ദിവസം കൊണ്ട് ആ കുഞ്ഞ് അവളുടെ സ്വന്തം കുഞ്ഞായി മാറി. അർച്ചനയ്ക്ക് മാത്രമല്ല, എനിക്കും അതങ്ങനെ തന്നെ ആയിരുന്നു. സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ളതല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അർച്ചനയുടെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അവളെപ്പോലെ തന്നെ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാ. സച്ചി വിഷമിക്കാതിരിക്കുക. അർച്ചനയോടും ധൈര്യം കൈവിടാതിരിക്കാൻ പറയൂ. എന്റെ ബന്ധങ്ങളൊക്കെ വെച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. പരമാവധി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം. എന്നാലും അമിത പ്രതീക്ഷയൊന്നും വേണ്ട കാർത്തിക്. കാരണം നിയമം ഒരു കുരുക്കാണ്. അതിന് ഒരു ദയവുമില്ല ആരോടും.
കൃഷ്ണ, എന്റെ ദുഃഖം നീ അറിയുന്നില്ല. എന്റെ സങ്കടം കണ്ട് നീ ചിരിക്കുകയാണോ? ആ കുഞ്ഞിന്റെ പേരിൽ എനിക്ക് ഒരവകാശമില്ലേ? ഇത്രയും ദിവസങ്ങൾ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയതല്ലേ? അവളെ എനിക്ക് തിരിച്ചു തന്നോടെ എൻ്റെ കണ്ണാ. എന്താണ് നിന്റെ കുഞ്ഞ് തിരിച്ചു വന്നു എന്ന് നീ വിചാരിച്ചോ? നിനക്ക് വല്ല മെന്റൽ ട്രോമയും വന്നോന്ന് ഞാനൊന്ന് പരിശോധിച്ചു നോക്കിയതാ. ഇത് കണ്ടോ? ഇനി മുതൽ നിന്റെ കുഞ്ഞിന് പകരം വേണമെങ്കിൽ ഈ പാവക്കുട്ടിയെ നീ എടുത്തോ. ഇതിനെ എടുത്തു വെച്ച് താരാട്ട് പാടുകയോ കൂടെ കിടത്തി ഉറക്കുകയോ വേണമെങ്കിൽ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യാം. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമൊന്നുമില്ല. നിന്റെ അമ്മ വേഷം കെട്ടലൊക്കെ തീർന്നു. ആ ഡ്രൈവറുടെ കുഞ്ഞിനെ ഇനി ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഈ മാവക്കുട്ടിയെ നീ വെച്ചോ കേട്ടോ. ഇതിനെ താലോലിച്ച് വേണമെങ്കിൽ നിന്റെ ആശ തീർത്തോ. അയ്യോ, നിങ്ങളുടെ പരിഹാസത്തിനുള്ള മറുപടി ദൈവം എന്നെങ്കിലും നിങ്ങൾക്ക് തരാതിരിക്കില്ല. പറഞ്ഞത് ശരിയാ, അത് ഡ്രൈവറുടെ കുഞ്ഞ് തന്നെയാ. പക്ഷെ ഞാൻ അവളെ ഇത്രയും ദിവസം വളർത്തിയത് എന്റെ സ്വന്തം കുഞ്ഞായിട്ടാ. ആ സ്നേഹം എന്റെ ഉള്ളിലിരുന്ന് വിങ്ങുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അതിന് ഉള്ളിലെങ്കിലും ഒരു അമ്മയുടെ മനസ്സ് വേണം, ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ വേണം, ഒരല്പം മനുഷ്യത്വമെങ്കിലും വേണം. ഈ സ്നേഹം എന്ന് പറയുന്നതേ കൊടുത്ത മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാ. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. മനസ്സിലാവുന്നൊരു സമയം വരുമ്പോ, ഇപ്പൊ നിങ്ങൾ പരിഹസിക്കുന്ന ഈ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കൽ കരയും, കണ്ണീരൊഴുക്കും, യാചിക്കും. കാലം എന്നൊന്നുണ്ട്, അത് നിങ്ങളെ അവിടെ കൊണ്ട് എത്തിക്കും. അത് മറക്കാതിരുന്ന നല്ലത്. ആഹാ, നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കാണാതെ പഠിച്ചാണോ? അതോ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗോ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എനിക്കങ്ങനെ ഒരുത്തിടെ സ്നേഹം വേണ്ട. എനിക്കാരെ സ്നേഹിക്കാനും സൗകര്യമില്ല. എന്റെ വഴി ഞാൻ തീരുമാനിച്ചതാ. നിന്നെപ്പോലെ ആരുടെയോ കുഞ്ഞിന്റെ വളർത്തമ്മയാവാൻ എനിക്ക് താല്പര്യവുമില്ല. ഇന്ന് നീ ആ കുഞ്ഞിനെ കണ്ടതേ ഒരവസാനത്തെ കാഴ്ചയാ. ആ വിദേശ ദമ്പതികൾ ആ കൊച്ചിനെയും കൊണ്ടിപ്പോ കടല് കടന്ന് പറന്നു കാണും.
പിന്നെ നിനക്കതിനൊന്നും കണി കാണാൻ പോലും കിട്ടില്ല. കാണാം നമുക്ക്. നാളെ എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ദൈവമൊന്നുമല്ലല്ലോ. ആ കുഞ്ഞിനെ ഞാൻ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ, എനിക്കതിനെ വളർത്താനുള്ള യോഗം ഉണ്ടെങ്കിൽ ദൈവം എനിക്ക് എന്റെ മോളെ തിരിച്ചു കൊണ്ടുവന്ന് തരും. ഇനി അഥവാ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എനിക്കതിനുള്ള യോഗം ഇല്ലെന്ന് ഞാൻ കരുതിക്കോളാം. ആ എങ്കിൽ പിന്നെ അങ്ങനങ്ങ് കരുതുന്നതാ നല്ലത്. നമുക്ക് കാണാം. ആ കാണാം. എന്റെ കൃഷ്ണ, എന്റെ പ്രാർത്ഥന നീ കേൾക്കില്ലേ? അച്ഛാ, എന്താ മോളെ? അച്ഛാ, പോലീസ്. ഏ? അർച്ചന എവിടെ? ആ, അകത്തുണ്ട്. എന്താ സാർ കാര്യം? അത് അർച്ചന ഇന്നലെ ഒരു ഓർഫനേജിൽ പോയി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അവൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ സാർ? അവര് ഒരു പരാതി തന്നിട്ടുണ്ട്. അർച്ചനയുടെ മൊഴി എടുക്കണം. സാർ, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾ വളരെ പൊസസീവായിരുന്നു. ആ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. വിദേശത്ത് താമസിക്കുന്ന ഒരു ദമ്പതികൾക്ക് ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ ഒരു പ്ലാനുണ്ട്. ഇത്രയും ദിവസം അർച്ചനയുടെ കയ്യിലായിരുന്നല്ലോ ആ കുട്ടി ഉണ്ടായിരുന്നത്. അതിൻ്റെ ചില ക്ലാരിഫിക്കേഷൻസ് അർച്ചനയിൽ നിന്ന് ഞങ്ങൾക്ക് വേണം. അതിന് അർച്ചനയെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. എന്ന് പറഞ്ഞാൽ അവളെ അറസ്റ്റ് ചെയ്യാണെന്നാണോ? ഏയ് അല്ല, അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറ്റമൊന്നും അർച്ചന ചെയ്തിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ അറിയാവുന്നത് അർച്ചനയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് അർച്ചനയോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ACP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മോളെ ചെല്ല്. പോലീസുകാര്
ഇനിയും ചേച്ചി കൊണ്ടുപോവോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ പോലീസുകാർ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നത്? പോലീസുകാർ കൊണ്ടുപോയി തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ. ഞാൻ സംസാരിച്ചോളാം അവരോട്. അപ്പൊ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തിനാ സാർ എന്റെ മൊഴി എടുക്കുന്നത്? അതൊക്കെ ഇന്നലെ ഓർഫനേജിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ആ കുട്ടിയെ എങ്ങനെ കിട്ടി? അത് നേരത്തെ ഞാൻ പോലീസിനോട് പറഞ്ഞതാണല്ലോ. ആ, അത് വേറെ കാര്യം. ഇതിപ്പോ നിങ്ങളുടെ മൊഴിയെടുക്കാൻ ACP പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഒരു ഫാമിലി അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പേടിക്കണ്ട, ഇതൊരു അറസ്റ്റൊന്നുമല്ല. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ, ഞാൻ പറയാം. അതിവിടെ വെച്ചല്ല, അങ്ങ് പോലീസ് സ്റ്റേഷനിൽ വെച്ച്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. മൊഴിയെടുക്കുന്നത് ഇവിടെ വെച്ചും ആകാമല്ലോ സർ. അത് പറ്റില്ല. ACPയുടെ മുന്നിൽ തന്നെ നേരിട്ട് ഹാജരാവാനാണ് ഉത്തരവ്. ഞങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. പക്ഷേ ACP പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ആ കുട്ടിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. ഞങ്ങൾ തന്നെ നിങ്ങളെ തിരിച്ചുകൊണ്ടുവിടാം. എനിക്കറിയേണ്ടതൊക്കെ ഞാൻ പറയാം. പക്ഷേ എനിക്കെൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചൊന്ന് സംസാരിക്കണം. ഓക്കെ, കുട്ടി സംസാരിച്ചോളൂ. അച്ഛാ, ആ ഫോണും തരും. ആ. ഹലോ അർച്ചനെ. ആ സച്ചേട്ടാ, ഇവിടെ പോലീസ് വന്നിട്ടുണ്ട്. ആ, അവരെന്നെ വിളിച്ചായിരുന്നു. സച്ചി എന്തു പറഞ്ഞു മോളെ? അച്ഛൻ പേടിക്കണ്ട, ഞാൻ പോയിട്ട് ഉടനെ വരാം. സാർ, ചേച്ചി, നീ പേടിക്കണ്ട. ഇവരെന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോകല്ല. ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്തായാലും ഇവള് കാരണം ഈ വീടിന് നല്ല പേരായി. ഹോ, ഇടയ്ക്ക് പോലീസുകാർ ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. അച്ഛൻ അവളെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടി. അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടി വരും. മൊഴിയെടുക്കാനെന്നല്ലേ പോലീസുകാർ പറഞ്ഞുള്ളൂ, അല്ലാതെ അറസ്റ്റ് ചെയ്യുമെന്നൊന്നും അല്ലല്ലോ. അവര് തന്നെ തിരിച്ചു കൊണ്ടുവിടാന്നും പറഞ്ഞില്ലേ? വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അവരങ്ങനെയൊക്കെ പറയും. കൂട്ടിക്കൊണ്ടു പോയാലും പിടിച്ചോണ്ട് പോയാലും അറസ്റ്റ് തന്നെയാണ്. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ അവരുടെ തനി സ്വഭാവം കാണിക്കും. ഇത് അറസ്റ്റ് ചെയ്താണെന്നുള്ളത് ഉറപ്പാ. അച്ഛാ,
അച്ഛനൊന്ന് നിന്നേ. എന്റെ കാര്യത്തിൽ എല്ലാവർക്കും വലിയ നാണക്കേടായിരുന്നല്ലോ. ഇതിലാർക്കും ഒരു നാണക്കേടും ഇല്ലേ അച്ഛാ? എന്തായാലും ഈ വീടിന് നല്ല സൽപ്പേരാ അച്ഛൻ്റെ മരുമകൾ ഉണ്ടാക്കി തന്നെ. കഷ്ടം.